അസ്സലാമു അലൈക്കും. ഒറ്റ മിനിറ്റ് കേട്ടോ, അതിൻ്റെ അപ്പുറം പറയില്ല. ദയവ് ചെയ്ത് ആരും സ്കിപ്പ് ചെയ്യല്ലേ പ്ലീസ്. എനിക്ക് നിങ്ങളോട് പ്ലീസ് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളെല്ലാവരും മക്കളായതുകൊണ്ടാണ് ഞാൻ പ്ലീസ് പറയുന്നത്. ഒരു വർഷം മുമ്പ് നമ്മൾ ചെയ്ത ഒരു എത്തിങ്ങാനൻ്റെ വീഡിയോ 42 കുട്ടികളെയും ഓരോരുത്തരായിട്ട് 6 മാസമായിട്ടും 5 മാസമായിട്ടും നമുക്കൊരു വർഷമായിട്ട് പലരും ഏറ്റെടുക്കും. ആ ഒരു വർഷം തികയാൻ പോവുകയാണ്. അതേപോലെ 6 മാസം ഏറ്റെടുത്ത പോലെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഇനി പുതുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്താ കഴിയണം അത് ചെയ്ത് കൊടുക്കും. ഏറ്റെടുക്കാൻ കഴിയുന്നതൊക്കെ ഏറ്റെടുക്കും. അതേപോലെ നീ ഒന്നും കഴിയില്ല, എൻ്റെ പ്രാർത്ഥനയോട് കൂടെ പരമാവധി മാക്സിമം എത്ര പേരിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയുമോ അത്രയും ഷെയർ ചെയ്യും. ഇൻഷാ അല്ലാഹ് എത്തിങ്ങാനം തുടങ്ങിയ ടൈമിൽ ഞാൻ ചെയ്ത വീഡിയോ ഞാൻ ഇതിന് ശേഷം വെക്കട്ടെ. ചിലപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് വെക്കണത്. അപ്പോൾ GPay നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസീപ്റ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് അപ്പോൾ മറക്കല്ലേ മാക്സിമം ഷെയർ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. മിന്നാന്നാണ് ഒരു വൈകുന്നേരം എനിക്കൊരു കോൾ വന്നത്. പൊതുവെ പേഴ്സണലി ഞാൻ സേവ് ചെയ്യാത്ത നമ്പറുകൾ ഞാൻ എടുക്കലില്ല, കോൾ ഞാൻ അറ്റൻഡ് ചെയ്യലില്ല. പിന്നെ വാട്സപ്പിൽ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കണ കോളുകളാണെങ്കിൽ ഞാൻ എടുക്കും. അപ്പോൾ ഇത് വീണ്ടും ഈ കോളുകൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസ് ആയപ്പോൾ ഞാൻ ലാസ്റ്റ് എടുത്തു, ആ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ ഒന്ന് ശകാരിച്ചു പോലെ, എന്താ നിങ്ങൾ ഈ ചെയ്യണത്? ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിൽ സ്വസ്ഥത നിങ്ങൾ കളയുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ശകാരിച്ചു. അവസാനം ഞാൻ എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു 15ഓളം വരുന്ന എത്തിയും കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജ്മെൻ്റ് എന്നാണ് കോള് വരുന്നത്, നിങ്ങൾക്കൊന്ന് ഇവിടെ ഒന്ന് കണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യമില്ല എന്നൊക്കെ പറഞ്ഞ പോലും ഇങ്ങനെ കൂടുതൽ വിശദീകരിച്ചപ്പോൾ എൻ്റെ മനസ്സൊന്ന് അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പോയി. അവിടെ വളരെ വിഷമം തോന്നി. ഞാൻ അവിടെ പോയിട്ട് ആ കുട്ടികളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖമാണ്. ഈ 23-24 വയസ്സും കഴിഞ്ഞ എൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ചെരുപ്പും ഞാൻ ഉള്ളിൽ ധരിക്കണ എൻ്റെ ഇന്നേഴ്സും നിർബന്ധിച്ചിട്ട് ഉമ്മ പറയും ഞാൻ കഴുകി തരാം, ഞാൻ വൃത്തിയാക്കി തരാം. അപ്പം അങ്ങനെ ഉമ്മയും ഉപ്പിയില്ലാത്ത കുറച്ച് കുട്ടികൾ പോലെ ചിലവൊന്ന് ഏറ്റെടുക്കുമോ എന്നോട് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു എല്ലാവരുടെയും ചിലവ് എന്നെ കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയൂല, ഞാനൊരു വീഡിയോ ചെയ്യാം, അതുപോലെ എൻ്റെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിട്ട് 2 കുട്ടികളുടെ എല്ലാ മാസത്തെയും പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഒരു മാസത്തിന് ഒരു കുട്ടിക്ക് വരുന്നത് 3650 റുപ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കഴിയണമെങ്കിൽ താഴെ കാണുന്ന GPay നമ്പർ കൂടി, നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ കൈനോൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഇൻഷാ അല്ലാഹ്.